UDF-ന്റെ സീറ്റ് വിഭജനം കിറാമുട്ടിയാണോ ഈ ഘട്ടത്തിൽ? ലീഗിന്റെ മൂന്നാമത്തെ സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് അവർ പിന്നിലേക്ക് പോകും. രാജ്യസഭാ സീറ്റ് എന്ന് അവരുടെ താല്പര്യം അംഗീകരിക്കുകയാണെങ്കിൽ യൂത്ത് ലീഗാണ് ഈ ലീഗിനെ സമ്മർദ്ദത്തിലാക്കുന്നത്, ആ ലീഗ് UDF-നെ സമ്മർദ്ദത്തിലാക്കുന്നു. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അരുൺകുമാർ, നേരത്തെ മലപ്പുറത്ത് നിന്നും അഷ്കർ അലി റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെയാണ് യൂത്ത് ലീഗ് അടക്കമുള്ള മുസ്ലിം ലീഗിലെ ഘടകങ്ങൾ, അത് ജില്ലാ ഘടകങ്ങളടക്കം ശക്തമായ സമ്മർദ്ദം സംസ്ഥാന ഘടകത്തിനുമേൽ ഉയർത്തിയിട്ടുണ്ട്. കാരണം ഈ തവണയെങ്കിലും ഒരു സീറ്റ് അധികം, മൂന്നാം സീറ്റ് വേണമെന്ന നേരത്തെയൊക്കെ ഉന്നയിച്ച ആവശ്യം അത് ഈ തവണ UDF നേതൃത്വത്തിനെ കൊണ്ട് അംഗീകരിപ്പിക്കണമെന്ന കർശനമായ നിലപാട് താഴോട്ടുള്ള ഘടകങ്ങൾ, ജില്ലാ ഘടകങ്ങളും യൂത്ത് ലീഗ് അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. ഒരു യുവ നേതാവിനെ മത്സരരംഗത്തേക്ക് ഇറക്കണമെന്ന ഒരു താല്പര്യമാണ് ഇത്തരം ഒരു ആവശ്യത്തിന് പിന്നിലും. ഏതായാലും ഇത് കോൺഗ്രസ് നേതൃത്വം തുടക്കം മുതൽ തന്നെ അംഗീകരിക്കില്ലെന്ന സൂചന ലീഗ് നേതൃത്വത്തിന് ഉണ്ടെങ്കിൽ പോലും ആ സമ്മർദ്ദം നിലനിർത്തി. പക്ഷേ അതിനിടയിൽ ഈ ഒരു തീരുമാനം എടുക്കുകയും തീരുമാനം മാധ്യമ വാർത്തയാകുന്നത് വലിയ പ്രതിസന്ധി ലീഗ് നേതൃത്വത്തിന് സൃഷ്ടിച്ചു. അത് പ്രവർത്തകരെ അല്ലെങ്കിൽ ഘടകങ്ങളെ അത് ബോധ്യപ്പെടുത്താനുള്ള സമയവും സാവകാശവും ലീഗ് നേതൃത്വത്തിന് ലഭിച്ചില്ല. അതാണ് വീണ്ടും ലീഗ് നേതൃത്വം കുഞ്ഞാലിക്കുട്ടി അടക്കം പരസ്യമായി രംഗത്തിറങ്ങി മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നിലപാട് ഘടിപ്പിച്ചത്. ഏതായാലും ലീഗ് നേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ നടത്തി. കഴിഞ്ഞ UDF യോഗത്തിന് തൊട്ടുമുമ്പ് PK കുഞ്ഞാലിക്കുട്ടിയുമായും മറ്റ് PMA സലാം അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തി. അതിനുശേഷം ഈ മുസ്ലിം ലീഗിൻ്റെ ഹൈപ്പവർ കമ്മിറ്റി ചേർന്ന് തീരുമാനം അറിയിക്കാമെന്ന മറുപടിയാണ് കുഞ്ഞാലിക്കുട്ടി നൽകിയത്. ഏതായാലും 14-ന് UDF ഏകോപന സമിതി വീണ്ടും ചേരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ മുസ്ലിം ലീഗ് മറുപടി നൽകും. രാജ്യസഭാ സീറ്റ് ആവശ്യം ഉന്നയിച്ച സാഹചര്യത്തിൽ ഈ കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുകയാണ് KPCC നേതൃത്വം. ഏതായാലും ലീഗ് കടുത്ത നിലപാടെടുക്കില്ലെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ലീഗിന് ബോധ്യമാകുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. റൈറ്റ്, റോഷിപ്പാലാണ് നമുക്കൊപ്പം ചേർന്നത്. UDF-ന്റെ സീറ്റ് വിഭജനത്തിൽ ലീഗ് മൂന്നാം സീറ്റ് എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു, പക്ഷേ അതിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാജ്യസഭാ സീറ്റ് പകരം കിട്ടിയാൽ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് ലീഗ് പിന്മാറും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും ഈ UDF-ന് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രാജ്യസഭാ സീറ്റ് ാണ് ലീഗിന്റെ ഇപ്പോഴത്തെ നോട്ടം. അതിൽ ഒട്ടേറെ പേർ നോട്ടം ഇടുന്നുണ്ട് എന്നതും കൗതുകകരമായ കാര്യമാണ്. ഭൈമി കാമുകന്മാർ കൂടുതലാണ് നടത്തുന്നത്.